റീഡബിലിറ്റി എന്ന പേരിൽ നിങ്ങൾക്ക് കഥകൾ വായിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ഒരു സംരംഭമാണ് ഇന്നിവിടെ നമ്മൾ തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ നിലവിളക്ക് തെളിച്ച് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇനി വാക്കുകൾ കൊണ്ടുള്ള ഉദ്ഘാടനമാണ് നടക്കുന്നത്. കൂടുതലായിട്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഈ വേദിയിലിരിക്കുന്ന ഈ 3 വിശിഷ്ട വ്യക്തികളെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിൻ്റെ പാർട്ടായിട്ടുള്ള ശ്രീ അനിൽ നായർ അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗം സനൽ പോറ്റി അവർകളെയും എല്ലാവരെയും ഹാർദമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷം. അതിലുപരിയായിട്ട് ഇന്ന് ഒരു വലിയ കാര്യം ഇവിടെ നടന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ച് പഠിക്കാൻ വേണ്ടിയ ഒരു ലൈബ്രറി ഇന്നിവിടെ സജ്ജമായിരിക്കുകയാണ്. അതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. ഞാനൊരു കൊച്ചു കഥ പറയാം. എന്താ, കേൾക്കാമോ? ഒരു രാമൻ എന്നും പറഞ്ഞൊരാളുണ്ടായിരുന്നു. അപ്പോൾ രാമന് ഒരു കല്യാണം ആലോചിച്ചു. അച്ഛനും അമ്മയും ആലോചിച്ചു. അവസാനം ലക്ഷ്മി എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് കല്യാണം നിശ്ചയിച്ചു. രാമൻ പോയി ലക്ഷ്മിയെ കണ്ടു. നല്ല കുട്ടി, നല്ല സ്വഭാവം, സുന്ദരി, എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ അപ്പം ലക്ഷ്മി രാമനോട് ചോദിച്ചു, രാമൻ എത്ര ക്ലാസ് പഠിച്ചിട്ടുണ്ട്? അപ്പം രാമൻ പറഞ്ഞു, ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല. അപ്പം ലക്ഷ്മി ചോദിച്ചു, എഴുതാനും വായിക്കാനും അറിയുമോ? അപ്പം രാമൻ പറഞ്ഞു, ഇല്ല, എഴുതാനും വായിക്കാനും എനിക്കറിയില്ല. അപ്പം ലക്ഷ്മി അച്ഛനും അമ്മയോടും പറഞ്ഞു, എഴുതാനും വായിക്കാനും അറിയാത്ത ഒരുത്തൻ്റെ കൂടെ പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. പിന്നെ രാമൻ പോയി അക്ഷരം പഠിച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് മിടുക്കനായി കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മി അവളെ കല്യാണം കഴിച്ചത്. രാമൻ അക്ഷരം പഠിച്ചത് ഇങ്ങനെയാണ്. നമ്മളെല്ലാവരും അക്ഷരം പഠിക്കണം, വായിക്കണം, വായിച്ച് വലുതാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈബ്രറി ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. അതിന് മുൻകൈ എടുത്ത പ്രിയപ്പെട്ട നമ്മുടെ ഗോപിനാഥ് മുതുകാടിനെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ദിവ്യ മാഡം, ശ്രീ ഗോപിനാഥ് മുതുകാട്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഗോപിനാഥ് സാർ പല പ്രാവശ്യമായും എൻ്റെ സ്ഥാപനം കാണാൻ വേണ്ടി ക്ഷണിച്ചപ്പോഴും പല കാരണങ്ങളും കൊണ്ട് വരാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ അത്ഭുതപ്പെട്ടു എന്ന് പറയാം. ഞാനത് വാക്കുകൾ പറയുന്നതല്ല, എൻ്റെ ഹൃദയം കൊണ്ട് പറയുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത്രയും നന്നായിട്ട് ഈ സ്ഥാപനം, അത്രയും നന്നായിട്ട് ആണ് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് കണ്ടത്. തീർച്ചയായിട്ടും അതിലെ ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ റീഡബിലിറ്റി. നല്ലൊരു പേര് കൂടിയാണ് സാർ അത്, റീഡബിലിറ്റി എന്നുള്ളൊരു ലൈബ്രറി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നിങ്ങളത് പൂർണ്ണമായി ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും വായിക്കുക. നമുക്കറിയാം, ഈ ഉന്നതിയിലെത്തിയ വലിയൊരു ശതമാനം ആൾക്കാരും വായിച്ച് വളർന്നവരാണ്. വായിച്ചാലേ വളരും. ആ ഒരു സന്ദേശം മാത്രം നൽകിക്കൊണ്ട് ഈ ചടങ്ങിന് ക്ഷണിച്ച ഗോപിനാഥ് സാറിന് കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുട്ടിക്കാലത്ത് മാജിക് കാണാൻ പോകുമ്പോൾ, നമ്മുടെ മുതുകാടങ്ങളുടെ മാജിക് ഷോസ് കാണുമ്പോൾ ഇതാണ് മാജിക് എന്ന് വിചാരിച്ചിരുന്നൊരു കുട്ടിയാണ്. അങ്ങനെയാണോ നിങ്ങളും വിചാരിക്കുന്നേ? അതെ. പക്ഷേ ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോ ഇതല്ല, ഇതാണ് മാജിക് എന്നിപ്പോ മനസ്സിലായി. അല്ലേ? കാശിയും കരിഷ്മയും ഒക്കെയാണ് യഥാർത്ഥ മാജിക്. അങ്ങനെ നിങ്ങളുടെ പാട്ടും ഡാൻസും മേളവും എല്ലാം അങ്ങ് കൊഴുത്തു. ഇവിടെ വരുന്ന ഓരോരുത്തരുടെയും ഹൃദയം ഇങ്ങനെ പുളകം അണിഞ്ഞ് നിൽക്കുകയാണ്, ഇങ്ങനെ രോമാഞ്ചം കൊണ്ട് നിൽക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്. അപ്പം അത്രയധികം സന്തോഷത്തോടുകൂടി, അത്രയധികം ഉത്സാഹത്തോടുകൂടി, അത്രയധികം പ്രയത്നത്തോടുകൂടി, അത്രയധികം സ്നേഹത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു എന്നുള്ളതിന് കാരണക്കാരായ ഈ മജീഷ്യൻസ് എല്ലാവർക്കും, ഈ ടീമിലുള്ള എല്ലാവർക്കും ഒരു വലിയ സല്യൂട്ട്.
തുടർന്നും ഒത്തിരി 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 സന്തോഷത്തിൻ്റെ മാറ്റലുകൾ ഇവിടെ നിറയട്ടെ. ഈ ലോകമാകെ ഇതിൻ്റെ സുഗന്ധം പരത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രണ്ടുപേരും പാടണമെന്ന് ചോദിക്കണു. തീർച്ചയായിട്ടും വേണം. രണ്ടുപേരും എല്ലാവരും മുഴുവൻ പാട്ടും പാടണം. കൂടെ പാടോ? കരിമിഴിക്കുരുവി അറിയാം? അറിയാം. കരിമിഴിക്കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. കരിമിഴിക്കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. കാവിൽ വന്നില്ലാരാ, പൂരം കണ്ടില്ല, മായക്കൈകൊട്ടും മേളവും കേട്ടില്ല. കരിമിഴിക്കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. പക്ഷെ ഇവിടെ വരുമ്പോ അത് മാറ്റി പാടണം. എങ്ങനെയാണെന്നറിയോ? ഇതിലെല്ലാം കണ്ടില്ല കണ്ടില്ല എന്നല്ലേ പറയുന്നേ. ഇവിടെ വരുമ്പോ ഇതെല്ലാം കാണുന്നുണ്ട് നമ്മള്, അല്ലേ? അപ്പൊ ഒന്ന് മാറ്റി പാടിയാലോ? കരിമിഴിക്കുരുവിയെ കണ്ടൂലോ, നെഞ്ചിരിമണി ചിലമ്പൊലി കേട്ടൂലോ, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. കാവിൽ വന്നൂലാരാ, പൂരം കണ്ടൂലോ, മായക്കൈകൊട്ടും മേളവും കേട്ടൂലോ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ജിജി തോംസൺ സാറിന്, കാരണം അദ്ദേഹം നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. അദ്ദേഹം നമ്മുടെ ചെയർമാനായിട്ട് സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഒരു പടിയും കൂടെ ഉയർന്നിരിക്കുകയാണ്. സാറ് ഈ ഒരു അവസരത്തിൽ, കാരണം DACയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. നമ്മുടെ ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു. മാത്രവുമല്ല, അവിടെ നമ്മുടെ കൂടെയുള്ള രംഗനാഥ് എന്ന് പറയുന്ന കുട്ടിയെ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ സാധിച്ചു. അപ്പം അങ്ങനെ ഒരു ധന്യ മുഹൂർത്തത്തിൽ സാറിൻ്റെ സാന്നിധ്യം ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാറിനെ DACയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ദിനേശ് സാറിനെ പറ്റി അധികമൊന്നും പറയാനില്ല. കാരണം ഇടുക്കി ജില്ലാ കളക്ടർ ആയിരുന്നപ്പോൾ തന്നെ പലർക്കും അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പോൾ ഡയറക്ടറായിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ DACക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഡയറക്ടറാണ് സാറ് ഞങ്ങളെ ഒരുപാട് സഹായിക്കും. സാർ ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ എത്തി ഞങ്ങളെ അനുഗ്രഹിച്ചതിൽ ഒരുപാട് നന്ദി DACയുടെ പേരിലും വ്യക്തിപരമായിട്ടും അറിയിച്ചു കൊള്ളുന്നു. ദിവ്യ മാഡത്തെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. കാരണം ന്യൂ ജനറേഷൻ കുട്ടികളുടെ ഒക്കെ ഒരു റോൾ മോഡലാണ് ദിവ്യ മാഡം. നമ്മളിപ്പോൾ കണ്ടു അല്ലേ, നമ്മളിൽ ഒരാളായി മാറി പാട്ടും പാടി ഡാൻസും കളിച്ച് നടക്കുന്ന ഉന്നതയായ ഒരു IAS ഓഫീസറാണ്. അത്രമാത്രം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മാഡം ഇവിടെ വന്ന് ഈ ഒരു സന്ദർഭം അനുഗ്രഹിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ച ഒരു മാഡമാണ്. മാഡത്തിനും DACയുടെ പേരിലും വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. ഞങ്ങളൊരു ഇൻക്ലൂസീവ്, ഗോപിനാഥ് സാറിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഈ വർഷം 50% കുട്ടികളെങ്കിലും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റിലേക്ക് വിടണമെന്നാണ്. മാഡം ഇപ്പോൾ പോർട്രസ്റ്റിൻ്റെ MD ആണ്. ഞങ്ങളുടെ ഒരു 10 കുട്ടികളെയും കൂടെ അവിടെ ഒന്ന് പ്ലേസ് ചെയ്യാൻ സഹായിക്കണം. ഞങ്ങളെ വേണ്ട എല്ലാ ട്രെയിനിങ്ങും കൊടുക്കാം, എംപ്ലോയബിലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വിടാം. മാഡത്തിനെ ഞങ്ങൾ വന്ന് കാണുന്നുണ്ട്.
മാഡം വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. നേരത്തെ ദിവ്യ മാഡം പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ, നമ്മുടെ മുതുകാട് അങ്കിള്, മാജിക് അങ്കിൾ ഒരുപാട് മാജിക് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഞാനും പറഞ്ഞു, സാറ് കാണിച്ച മാജിക്കുകൾ ഒരുപാടുണ്ടായിരിക്കും, പക്ഷേ ഈ കാണുന്ന DAC മാജിക് പ്ലാനറ്റുമാണ് ഏറ്റവും വലിയ മാജിക്. വിസ്മയം, മാജിക് എന്ന് പറയാൻ പറ്റില്ല, വിസ്മയം. അപ്പം ഇതിനെക്കാട്ടിലും വലിയൊരു മാജിക് എനിക്ക് കാണിക്കാനില്ല. അപ്പോൾ സാറിനും, കാരണം നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെയും വളർച്ചയും അതിൻ്റെ ഒരു പ്രവൃത്തി നന്നാവുന്നത് അതിൻ്റെ ലീഡർഷിപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയാം സാറിൻ്റെ ഒരു ലീഡർഷിപ്പ് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ലീഡർഷിപ്പാണ്. ഇവിടെ നമുക്ക് ജോലി ചെയ്യാൻ തോന്നിപ്പോവും. അത് ആ രീതിയിലുള്ള ഒരു ലീഡർഷിപ്പാണ് സാറ് കാഴ്ചവെച്ചിരിക്കുന്നത്. സാറിനും ഈ ഒരു അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ലാസ്റ്റ് നിങ്ങളാണ് അല്ലേ? ആണോ? അപ്പം നമുക്കെല്ലാം നല്ല മിടുക്കന്മാരാവണം. നിങ്ങൾക്കും ഇവിടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ ഇവിടെയുള്ള ഓരോ സ്റ്റാഫ്, അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. രാപ്പകലില്ലാതെ പ്രവർത്തിക്കുകയും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ലൈബ്രറി നമ്മൾ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ട് കുറേ ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഒരു ടീമായിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. DACയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ടീം വർക്കാണ്. ആ ടീം വർക്ക് നമ്മൾ നിലനിർത്തും. ഈ ഒരു അവസരത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാം. നമ്മൾ ഇനിയും മുമ്പോട്ട് പോകണം. ഈ ഒരു DAC നമ്മൾ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു വലിയൊരു പ്രസ്ഥാനമാക്കി നമുക്ക് എല്ലാവർക്കും മാറ്റണം. അവസാനം നമ്മുടെ അമ്മമാരും അച്ഛന്മാരുമാണ്. നിങ്ങളില്ലെങ്കിൽ ഈ സ്ഥാപനമില്ല. നിങ്ങളാണ് ഈ കുട്ടികളെ ഇത്രയൊക്കെ ആക്കിയത്. നിങ്ങളുടെ സഹകരണമാണ്. നിങ്ങളോടും DACയുടെ പേരിലും ഇവിടെയുള്ള ഓരോ സ്റ്റാഫിൻ്റെ പേരിലും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു.